ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. നമ്മുടെ ഡോറയ്ക്ക് ഭയങ്കര പരാതി കേട്ടോ, ഡോറ അങ്ങ് ഭയങ്കരമായിട്ട് കറുത്തു പോയെന്നെ. ഇത് കണ്ടിട്ട് ഈ കറുപ്പാണെന്ന് ആർക്കെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ഇത് കണ്ടിട്ട് അയ്യോ കഷ്ടമുണ്ടോ? ഇത് കണ്ടിട്ട് കറുപ്പാണെന്ന് അപ്പൊ എന്നെ കാണുമ്പോ എന്ത് പറയണം? എന്താണല്ല ഇല്ല. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കും കേട്ടോ. നമ്മുടെ ഗബ്രൂട്ടനെ ഉറങ്ങി കിടക്കുക കേട്ടോ. പതിവില്ലാതെ ഇന്ന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് കുറച്ച് പതുക്കെ നേരത്തെ ഉറങ്ങി. അതാണ് 5:30 മണിക്കാണ് ഗബ്രൂട്ടൻ ഇറങ്ങി. അതാണ് നേരത്തെ. സംഗതി എന്ന് വെച്ചാൽ ഗബ്രൂട്ടൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ശീലമുണ്ട്. ഇന്ന് ഞങ്ങൾ ചോറ് കഴിച്ചപ്പോൾ 3:30 ആയി കേട്ടോ. 3 മണി കഴിഞ്ഞില്ലേ? 3 മണി കണ്ടായി. 3 മണിയാണ് ശരിയാ. ഇവർ 2:30 കഴിച്ചു, ഞാൻ കഴിച്ചപ്പോൾ 3:15. അപ്പോൾ ആ സമയത്താണ് ഗബ്രൂട്ടൻ ഇന്ന് ചോറ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഗബ്രൂട്ടൻ കളിച്ചു. അപ്പോൾ പ്രിൻസിയൊക്കെ വന്നപ്പോൾ പിന്നെ പ്രിൻസിയുടെയൊക്കെ കൂടെ ഇന്ന് കളിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പുള്ളിക്കാരൻ ഉറങ്ങി. അതാണ് സംഗതി. അതാണ് ഇവിടെ ഉദ്ദേശിച്ച നേരത്തെ എന്നുള്ളത്. താമസിച്ചു പോയെന്നാണ് സത്യത്തിൽ പറയേണ്ടത്. അല്ല, നേരത്തെ എന്ത് നേരത്തെ? സാധാരണ എന്ന് വെച്ചാൽ 7 മണി 8 മണിയാകുമ്പോ ഉറങ്ങും. അത് രാത്രിത്തെ ഉറക്കമില്ലേ? ആ രാത്രിത്തെ ഞാൻ പറയുന്നത്. ഉച്ചയ്ക്ക് കുഞ്ഞു ഉറങ്ങിയോ? ഓ, ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. അതിന് കൊച്ചു ഇന്ന് വൈകുന്നേരം ഫുഡ് കഴിച്ചില്ലല്ലോ. അപ്പൊ എന്ത് ഈ ഉറക്കം രാവിലെ എഴുന്നേക്കാനോ? ചലഞ്ചിലേക്ക് പോവാ. ഞാൻ ഉദ്ദേശിച്ച ഉച്ചക്കത്തെ അല്ല. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് വെറൈറ്റി ചലഞ്ചിങ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാട്ടിൻ്റെ ട്യൂണ്, എക്സാമ്പിൾ എൻ്റെ കൽബിലെ, അതറിയാലേ, എൻ്റെ കൽബിലെ വെണ്ണിലാവുന്ന ആ പാട്ടിൻ്റെ ട്യൂണിൽ ഇന്നലെ എൻ്റെ നെഞ്ചിൽ ആ പാട്ട് പാടിയാൽ എങ്ങനെ ഉണ്ടാവും? ഇന്ന് നമ്മുടെ ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അത് പറ്റണം. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് പോയിന്റ് ഉണ്ട്, ചെയ്യാത്ത ആൾക്ക് പോയിന്റ് കുറവ്. പണിഷ്മെന്റ് ഉണ്ടോ? പണിഷ്മെന്റ് എന്തെങ്കിലും വേണോ? ഇല്ല, വേണ്ട. വെറുതെ എന്തിനാ ഞാൻ മേടിച്ചു കിട്ടുന്നത്? പണിഷ്മെന്റ് ഒന്നും വേണ്ട. പക്ഷെ നമുക്കൊരു ചെറിയ ചലഞ്ചിങ് വ്ളോഗ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യത്തെ ചലഞ്ച് ആരാണ്? എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തോണ്ട് ഇച്ചാൻ എടുക്കുക. ആണോ? എന്നാ പിന്നെ പാട്ട് ഞാൻ പറയാം. അകലെ അകലെ നീല, ആ പാട്ടിന്റെ ട്യൂണില് നീയാണെങ്കിൽ മറ്റേ വെള്ളി നക്ഷത്രത്തിലെ പാട്ടുണ്ടല്ലോ, കുഞ്ഞുകുരുവി ചെല്ലക്കുരുവി ചെല്ലക്കുറുമ്പി, ആ പാട്ട് എടുത്തിട്ട് ആ പാട്ട് അകലെ അകലെ അതൊന്ന് പാടിയ ചെല്ല. അതിന്റെ ലിറിക്സ് തന്നെയായിരുന്നു. മറ്റേ സെർച്ച് ചെയ്യാൻ കാണുന്നില്ല. ഏതാണ്? വെള്ളി നക്ഷത്രത്തിലെ ലിറിക്സ് എടുത്ത് തന്നിട്ടുണ്ട്. മറ്റേ ട്യൂൺ അകലെ അകലെ നീലാകാശം, ആ പാട്ട് പാട്. അത് കിട്ടുന്നില്ല അങ്ങനെ. അതൊന്നും എനിക്കറിയണ്ട. അകലെ അകലെ നീലാകാശം പാട്. പാടാൻ കിട്ടുന്നില്ല. അകലെ അകലെ നീലാകാശം കള്ളക്കുറുമി പാട്. അങ്ങനെ കിട്ടുന്നില്ലെന്ന്. അത് ശ്രമിക്കേ. അകലെ അകലെ നീലാകാശം കള്ളക്കുറുമ്പി ചെല്ലക്കുറുമ്പി. ഇതെന്ത് ട്യൂണ്? അകലെ അകലെ നീലാകാശം. ആ ട്യൂണ് കിട്ടണമെങ്കിൽ അത് പാടി വരണ്ടേ? കള്ളക്കുറുമ്പി ചെല്ലക്കുറുമ്പി. ഇതേത് ട്യൂണ്? കിട്ടുന്നില്ല അത്. ഇനി എനിക്ക് താ പാടി കപ്പിക്ക് തന്ന ഇതോ? അകലെ സരിഗമ 1 2 3 കള്ളക്കുറുമ്പി കള്ളക്കുറുമ്പി അല്ല, കള്ളക്കുറുമ്പി ചെല്ലക്കുറുമ്പി
നീ കൊഞ്ചാതെ കൊഞ്ച്. മതിയാ, ഇത്രയും പക്ഷെ ട്യൂണല്ല. ആ ട്യൂണിൽ വ്യത്യാസമുണ്ട്. ഇവിടെ തന്നെ അടുത്ത നിന്റെ കൊണ്ട് അതൊക്കെ അത്രേ ഉള്ളൂ. കൊണ്ട് നിനക്ക് പാട്ട് പറയാൻ പറ്റുമോ? ഇത് നിനക്കെന്ന ചലഞ്ചാ. അടുത്ത നിന്റെ കൊണ്ടുവാ. ഞാൻ കൊണ്ടുവരാം. മറ്റേ വെണ്ണീല ചന്ദനക്കിണ്ണം എന്നുള്ള പാട്ട്. വാളെടുത്ത അളങ്കക്കലി വേളെടുത്ത ലിംഗത്തിൽ കാവലല്ലോ ജോലി. ആരതി പാട്. പാട്ട് നോക്കട്ടെ, എന്തായിരുന്നു? വെണ്ണീല ചന്ദനക്കിണ്ണം. അല്ല, ആ പാട്ട് മറ്റേ പാട്ടിൻ്റെ ഇതിൽ. വെണ്ണീല ചന്ദനക്കിണ്ണം. ലിറിക്സ് അല്ല നോക്കണ്ട. വെണ്ണീല ചന്ദനക്കിണ്ണം അല്ല അപ്പം എടുക്കേണ്ടത്. ലിറിക്സ് ചന്ദനക്കിണ്ണത്തിന്റെ രീതിയിൽ വെണ്ണില ചന്ദനക്കിണ്ണം എന്ന് പറഞ്ഞ പാട്ട് വാളെടുത്ത അളങ്കക്കളി എന്നുള്ള ടൂണിൽ പാടണം. അന്ന് നേരെ തിരിച്ച് സെർച്ച് ചെയ്തോണ്ടിരിക്കും ഇച്ചേ. ഏതിന്റെ ട്യൂണില് പാടണ്ട? വാളെടുത്ത അളങ്കക്കളി വേളെടുത്ത പിടി കാപ്പടത്തിൽ കേവലല്ലോ ജോലി. വെണ്ണില ചന്ദനക്കിണ്ണം എന്താ പോരെ? എനിക്ക് ആ പാട്ട് കിട്ടുന്നില്ല. മറ്റേത് എനിക്ക് എന്താ വാളെടുത്താളങ്കക്കളി. ഐ തിങ്ക് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നേ കുറച്ചുകൂടെ ഈസി ആയെന്നെ. അതാ ഞാൻ എനിക്ക് കിട്ടാത്ത. അതുകൊണ്ടാ വാളെടുത്ത്. എനിക്ക് ആ പാട്ട് അറിയില്ല, അതാണ്. എന്നാ വേറെ പാട്ട് തരാം. കറുത്ത പെണ്ണെ നിന്നെ. ആ പാട്ടിന്റെ രീതി പാട്. ആ പാട്ടിന്റെ രീതി പാടാം. വെണ്ണില ചന്ദനക്കിണ്ണം. ഇത് മറ്റേ ഇതുപോലെ പാടുന്നത്. മറ്റേ കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടോ. അങ്ങനല്ലേ? തന്നെത്താനെ കണ്ടുപിടിച്ചോണ്ട് വന്നിരുന്നു. മുക്കറയിടുന്നു. ഇയാൾ രണ്ട് ഒരേ ടൂണിൽ ഇരുന്ന പാടുന്നത്. വെണ്ണില പാട്. എനിക്കറിയത്തില്ലല്ലോ. ഞാൻ പറയില്ലേ. ചലഞ്ച് പാളിപ്പോയി ഗൈസ്. ഹെഡ്സെറ്റ് ഉണ്ടായിരുന്ന കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ഹെഡ്സെറ്റിൽ ചാർജ് തീർന്നു പോയി. അടുത്ത പാട്ട് പറ. ചലഞ്ച് പാളി കേട്ടോ, എന്നാലും ശ്രമിക്കാം ഒന്നുകൂടെ. അടുത്തത് ഞാൻ അപ്പോഴേ പറഞ്ഞു ചെയ്ത് നോക്കാം. അടുത്തത് മറ്റേ പാട്ട്. മറ്റേ ഇഷ്ടം എനിക്കിഷ്ടം ഇഷ്ടം മണിത്തിങ്കൾ കിടാവിനെ എനിക്കിഷ്ടം. ആ പാട്ട്. ആ പാട്ടോ? ആ പാട്ട് സത്യം ശിവം സുന്ദരം. സത്യം ശിവം സുന്ദരം. അതിലേക്ക് പാടണം. ആദ്യം പറഞ്ഞ പാട്ടേതാ? ഇഷ്ടം സത്യം ശിവം സുന്ദരം. കിട്ടുന്നുണ്ട്. എന്ത് ആ പാട്ട് എടുക്കട്ടെ, ലിറിക്സ് എടുക്കട്ടെ. എന്തായിരുന്നു? ഏത് പാട്ടായിരുന്നു? ഇഷ്ടം എനിക്കിഷ്ടം ഇഷ്ടം മണിത്തിങ്കൾ കിടാവിൻ എനിക്കിഷ്ടം. അതാദ്യം കടന്നിരുന്നു. ഇതാണ് അത് മിക്കവാറും ലിറിക്സ് കിട്ടാൻ സാധ്യതയില്ല. കണ്ടോ, പറഞ്ഞില്ലയോ? അത് എൻ്റെ ഫോണിൽ മാത്രം. മുതിർന്നവർ പറയുന്നതൊന്ന് കേൾക്കണം. ആരായി മുതിർന്നവർ? സൂപ്പർ സ്റ്റാർ വിനോയ്. ഇഷ്ടം എനിക്കിഷ്ടം. എനിക്ക് ഈ പാട്ട് അറിയത്തില്ല സത്യത്തില്. ഇത് മറ്റേതാടി? ഇത് വേറെ ഏതോ ഇഷ്ടമാ. ഇത് ആൽബം സോങ്സാ. ഇത് വേറെ ഗൈസ്. ഇതാണ്ട് മണിത്തിങ്കൾ കിടാവിനെ എനിക്കിഷ്ടം. ഇഷ്ടം എനിക്കിഷ്ടം ഇഷ്ടം മണിത്തിങ്കൾ കിടാവിനെ എനിക്കിഷ്ടം. പാട്ട് ഏത് രീതിയിലായിരുന്നു? സത്യം
സത്യം ശീലം സുന്ദരം. ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം. അടുത്ത ഒരുപാട് ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം. മറ്റേത് സത്യം ശീലം സുന്ദരം. സത്യം ശീലം സുന്ദരം. സുന്ദരം സുന്ദരം. ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം. എവിടേക്കാ പോണ? ആ പാട്ടത്തിൽ ഇത് പാടാൻ പറ്റത്തില്ല. ഇപ്പോ ഒരു ചലഞ്ചും കൊണ്ട് വന്നേക്കുക. വേറൊരു കളഞ്ഞ് ഇതിനൂടെ നമുക്ക് വേറെ ചാനലിലേക്ക് പോവാം. ഒരു വാക്ക് പറയും, ആ വാക്ക് കൂട്ടി 5 പാട്ടുകൾ പാടുക. ഒരു വാക്ക് വെച്ച് 5 പാട്ടുകൾ. 5 അല്ലെങ്കിൽ 3 എണ്ണെങ്കിലും മിനിമം. സ്റ്റാർട്ട്. പൂവ്. പൂവ്. പൂവെന്നുള്ള വാക്ക് വെച്ച് 3 പാട്ട് പാടണം അല്ലേ? അത് എവിടെ വേണേലും വരാം. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, കരളിൽ അലിയും പ്രണയക്കലവ. ഒന്നത് പൂമാനമേ ഒരു രാഗമേഘം താ. 2 3 പുഷ്പരാഗ. അതെന്തായിരുന്നു പാട്ട്? എനിക്കറിയത്തില്ല. പൂമാനമേ. അതല്ലേ ആദ്യം? അതാണ് ആദ്യം പാടിയത്. ഓക്കെ ഓക്കെ, അത് വേണ്ടാണ്. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4. ടിക് ടിക് 5 തീർന്നു. അടുത്ത പറ. പാട്ട് വെച്ച് പൂ വെച്ച് നീ 3 എണ്ണം പാടും. ഞാനും പാടണോ? ഞാൻ വിചാരിച്ച അത് കഴിഞ്ഞിട്ട് എനിക്ക്. പൂവേ പൂവേ പാലപ്പൂവേ മണമെത്തിരി കരളിൽ തായോ. 2 സോറി 1 2 ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പാടുന്നു വെച്ച്. പൂം കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി. പൂവില്ലല്ലോ അതിനകത്ത്. നീ പറഞ്ഞത് പൂവല്ലേ? ആണോ? പറ്റത്തില്ലേ? പൂവ് അങ്ങനെയാണെങ്കിൽ തന്നെ മുമ്പ് പാടിനകത്ത് പൂവൊന്നില്ലായിരുന്നല്ലോ. പൂവ് മാനവേന്നല്ലേ ഉള്ളത്. പൂവ് മാനവേന്നാണിരുന്നോ? എന്നാലും നീ പാട്. പാട്. ഇപ്പൊ രണ്ടാമത്തെ ഇപ്പൊ പറ്റുമല്ലോ. ഒരെണ്ണേ പറ്റത്തുള്ളൂ. ആണോ? പൂങ്കാറ്റ് വന്നു. പൂങ്കാറ്റല്ലേ? പൂങ്കാറ്റല്ലേ അത്? പൂവടെ. ഇതും പാളി. ഞാൻ വിചാരിച്ച എന്റെ മാത്രം പാളി. ഞാൻ പാളിക്കത്തില്ല. പൂ പറ. വേറെ വാക്ക് പറ. ഞാനല്ലേ ഇയാളി പറഞ്ഞത്. പറ. ശരി, ഞാൻ പറയാം. ഇത് പോസ്റ്റ് ചെയ്യണം കേട്ടോ ഇച്ചായൻ. തീർച്ചയായിട്ടും ഇച്ചായൻ ചെയ്ത് എടുത്തു കഴിയുമ്പോ ഇച്ചായൻ പറയും ഇത് രസമില്ലടി. ഇല്ല, പോസ്റ്റ് ചെയ്യും. അക്ഷരം ഏതെങ്കിലും. സ്നേഹം. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം. അതല്ലല്ലോ. അയ്യോ, അങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്നില്ലല്ലേ. കിട്ടുന്നില്ല. ഇവിടെയൊക്കെ ഓടിച്ചു വിടണേ. സ്നേഹം കിട്ടുന്നേ ഇല്ല. അയ്യോ, കിട്ടുന്നില്ല.
സ്നേഹത്തിൻ്റെ 5 രഹസ്യം. കിട്ടുന്നില്ല ഇച്ചായ, കിട്ടുന്നുണ്ട് ഇച്ചായ. എനിക്കും കിട്ടുന്നില്ല, എനിക്ക് ആകെ ആ ഒരു പാട്ടേ കിട്ടിയോളൂ. ഏത്? സ്നേഹത്തിൻ എനിക്കും കിട്ടുന്നില്ല. സ്നേഹം നമ്മൾ അല്ലാതെ നോക്കും. അക്ഷരം വെച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, നീ വാക്കല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ അക്ഷരം വെച്ച് എല്ലാവരും ചെയ്യുന്നല്ലാന്ന് വിചാരിച്ച് ഞാൻ വാക്കി പിടിച്ചത്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് പാടണേ, നിങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. സ്നേഹം കൂട്ടുള്ള പാട്ട്. ഇനി അടുത്ത് പോവാം. സ്നേഹം കൂട്ടും, അതുപോലെ തന്നെ മറ്റേ പൂവ്. ഇനി അടുത്തത് പറയട്ടെ. കിട്ടുന്നില്ല, പിന്നെ ഇനി പറയണോ? ബോറടിപ്പിക്കണോ? എത്ര മിനിറ്റ് ആയി? 16 മിനിറ്റ്. കാണുന്നവർ ചിലപ്പോൾ മടൽ വെട്ടി അടിക്കും. ഓൾറെഡി വെറുപ്പിക്കലാണെന്നാ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.